നമ്മൾ ആത്മീയമായ പക്വതയിലേക്ക് വളരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾ ചെയ്യേണ്ടുന്ന 7 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രവൃത്തികൾ. നമ്മൾ ദൈവവചനത്തിൽ അല്ലെങ്കിൽ ആത്മീയമായി നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അറിയാനായിട്ട് കഴിയും. നമ്മൾ വിശ്വാസമുള്ളവരായിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. നോഹയോട് ദൈവം പറഞ്ഞു, പെട്ടകം പണിയാൻ പറഞ്ഞു. അതുവരെ മഴ പെയ്തിട്ടില്ല. ഭൂമിയിലുള്ള ഓരോ സസ്യങ്ങൾക്കും ഭൂമിയിൽ നിന്ന് തന്നെ മഞ്ഞ് പൊങ്ങി അതിനെ നനച്ചിരുന്നൊരു സമയം, മുകളിൽ നിന്നും മഴ വീഴുന്ന അവർ കേട്ടിട്ടില്ല. ആ സമയത്ത് നോഹ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഒരു പെട്ടകം പണിയുകയും ചെയ്തു. അങ്ങനെ നോഹ പെട്ടകം പണിത് തൻ്റെ വിശ്വാസത്തെ പ്രകടിപ്പിച്ചു. പ്രവൃത്തിയോടുകൂടിയ വിശ്വാസം, അതിനാണ് ദൈവം വില നൽകുന്നത്. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും നമ്മൾ ഒരു പ്രവൃത്തിയും, ദൈവവചനം പറയുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദൈവം ആ വിശ്വാസത്തെ കാണുന്നത് നിർജീവ വിശ്വാസം, ചത്ത വിശ്വാസമായിട്ടാണ് കണക്കാക്കുന്നത്. ആത്മീയ പക്വതയുള്ളൊരു വ്യക്തി ഉത്സാഹമുള്ളവനായിരിക്കും, എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവനായിരിക്കും. ദൈവത്തിന് വേണ്ടി ഒരു എരിവ് എപ്പോഴും അവനുണ്ടായിരിക്കും. അവൻ സൽപ്രവൃത്തികളിൽ സമ്പന്നനുമായിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്തും? ഉപ്പിൻ്റെ രസമില്ലെങ്കിൽ, ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വന്നില്ലെങ്കിൽ പിന്നെ ആ ഉപ്പ് കൊണ്ട് ഒന്നും ഒരു പ്രയോജനമില്ല. അതിനെ പുറത്ത് കളഞ്ഞ് നമുക്ക് ചവിട്ടുവാനേ കൊള്ളുകയുള്ളൂ. ഒരു കറിയിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദുണ്ടാകുന്നു. അതുപോലെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നു. ഒരു വീട്ടിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു ജോലി സ്ഥലത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. എന്നാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. 1 യോഹന്നാൻ 3:18 പറയുന്നു, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമ്മുടെ വായ് കൊണ്ട് വെറുതെ സ്നേഹിക്കുന്ന എന്ന് പറയുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ കുറേ വാക്കുകളും കുറേ പാട്ടുകളും പാടി സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരായിട്ടല്ല, പിന്നെയോ നമ്മൾ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തികളായിട്ട് മാറട്ടെ. ദൈവം എന്ത് ചെയ്യാൻ പറഞ്ഞോ അത് ചെയ്യുക, ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ വിശ്വാസത്തോടു കൂടിയ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായ പക്വതയിലേക്ക് വളരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ: കർത്താവേ, എന്നെ സൽപ്രവൃത്തികളിൽ സമ്പന്നരായിട്ട് മാറുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങേക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിനായിട്ട് മാറുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വീട്ടിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ, എവിടെയായിരുന്നാലും അവിടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ എന്നെ അങ്ങ് ഒരുക്കണമേ. അങ്ങനെ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറാം. പ്രവൃത്തിയുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു.